ഹായ് ഗായ്സ്, വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മളിന്ന് ഏകദേശം ഗവൺമെൻറ് BDSൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡറാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ തമിഴ്നാട്, കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെ പ്രയോറിറ്റി ഓർഡർ ഇട്ടിട്ടുണ്ട്. കർണാടകയുടെ പ്രയോറിറ്റി ഓർഡർ ഞാൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗവൺമെൻറ് BDS അതുപോലെ സെൽഫ് ഫിനാൻസിങ് BDSൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡറാണ് നോക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഓർഡർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ടൈമിൽ, ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈമിൽ ഫസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ കട്ട് ഓഫ് കുറവാണ് എന്നല്ല കേട്ടോ. ആ ഒരു ഓർഡർ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിൽ ഏറ്റവും നല്ല കോളേജ് ഫസ്റ്റ് എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷേ അത് വിചാരിച്ച് ഒരു കോളേജിനെക്കാട്ടി മുകളിലോ താഴെയല്ല. എന്നാലും ഏകദേശം ഒരു അവിടുത്തെ അക്കാഡമിക്സ് ബാക്കി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കിയിട്ട് ഒരു പ്രയോറിറ്റി ഓർഡറാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് BDSൽ ഫസ്റ്റ് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോഴിക്കോടാണ്. രണ്ടാമത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ട്രിവാൻഡ്രം. തേർഡ് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കോട്ടയം. 4 ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് തൃശ്ശൂർ. 5th ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കണ്ണൂർ. 6th ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആലപ്പുഴ. ഇങ്ങനെ 6 ഗവൺമെൻറ് BDSൻ്റെ കോളേജസ് ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രയോറിറ്റി. ഇത് പ്രയോറിറ്റി കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രയോറിറ്റി ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല കോളേജ് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ കൊടുത്തിടാനാണ്. അല്ലാതെ ഇത് കട്ട് ഓഫിൻ്റെ ഓർഡർ അല്ല കേട്ടോ. ഇനി അടുത്ത സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് നോക്കുമ്പോൾ, സെൽഫ് ഫിനാൻസിങ് BDSൽ ഫസ്റ്റ് വരുന്നത് ഏറ്റവും ടോപ്പ് കോളേജായിട്ട് വരുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് തിരുവല്ല. 2 മാർ ബേസ്ലെസ് ഡെൻ്റൽ കോളേജ് കോതമംഗലം. 3 PMS കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് വട്ടപ്പാറ തിരുവനന്തപുരം. 4th അന്നൂർ ഡെൻ്റൽ കോളേജ് പുതുപ്പടി മൂവാറ്റുപുഴ. 5th KMCT ഡെൻ്റൽ കോളേജ് മുക്കം കോഴിക്കോട്. 6th സെൻറ്റ് ഗ്രിഗോറിയസ് ഡെൻ്റൽ കോളേജ് ചേലാട് കോതമംഗലം. 7th അൽ അസാർ ഡെൻ്റൽ കോളേജ് തൊടുപുഴ. 8th ട്രാവൻകൂർ ഡെൻ്റൽ കോളേജ് കൊല്ലം. 9th അസീസിയ കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് മെയ്യന്നൂർ കൊല്ലം. 10th റോയൽ ഡെൻ്റൽ കോളേജ് ചാലശ്ശേരി പാലക്കാട്. 11th നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് നെയ്യാറ്റിൻകര. 12th MES ഡെൻ്റൽ കോളേജ് പെരിന്തൽമണ്ണ. 13th ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് കോതമംഗലം. 14th മലബാർ ഡെൻ്റൽ കോളേജ് എടപ്പാൾ. 15th PSM കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് തൃശ്ശൂർ. 16th കണ്ണൂർ ഡെൻ്റൽ കോളേജ്. 17th ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് കോഴിക്കോട്. 18th ശ്രീ ശങ്കര ഡെൻ്റൽ കോളേജ് വർക്കല. 19th എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് മലപ്പുറം. 20th സെഞ്ച്വറി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെൻ്റൽ സയൻസ് കാസർഗോഡ്. ഇത്രയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് കേരളത്തിലത്തെ. അപ്പോൾ ഇത് പ്രയോറിറ്റി ഓർഡർ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താം. കാരണം നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി ഓർഡറിൽ മാറ്റങ്ങൾ വരുത്താണ്. നിങ്ങൾക്ക് എടുത്ത് ഏത് സ്ഥലമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോളേജസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനാണ് ഒരു ഓൾറൗണ്ട്, എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇതൊരു ഓൾറൗണ്ട് ഒരു പ്രയോറിറ്റി ഓർഡർ റെഡിയാക്കിയെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് എടുത്ത് ഇപ്പോൾ കാസർഗോഡ് ഉള്ളവർക്കാണെങ്കിൽ കാസർഗോഡ് എല്ലാം എടുത്തുള്ളൊരു കോളേജ്, അപ്പോൾ കാസർഗോഡിലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കിയാൽ മതി. അവരെന്തിനാണ് ട്രിവാൻഡ്രത്ത് നോക്കണത്? ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഡിസ്റ്റൻസിനനുസരിച്ച് കറക്റ്റ് ഒരു പ്രയോറിറ്റി ഓർഡർ റെഡിയാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോയ്സ് ഫില്ലിങ്ങിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഏകദേശം ഒരു നൈറ്റിക്കൊക്കെ ആയിട്ട് ഞാൻ കർണാടക മെഡിക്കൽ കോളേജസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്നാണ് കുറേ ആൾക്കാരായി ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിന് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്രയും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്